ടി വിയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും. പക്ഷെ കടലിൽ ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രത്യേക സ്കില്ല് തന്നെ വേണം. ഒരു പുതിയ ഡൈവിന് തയ്യാറെടുക്കുകയാണ് ഞാൻ. കണ്ടില്ലേ, നമ്മുടെ ബോട്ടിൽ ഡൈവിങ്ങിന് വേണ്ട എല്ലാ കിറ്റും റെഡിയാക്കി ഞാൻ ചാടാനുള്ള തയ്യാറെടുപ്പിലാണ്. കണ്ടില്ലേ, ഇത്തരത്തിലാണ് ബോട്ടിൽ നിന്ന് ചാടുക. ചാടിയ ഉടനെ തന്നെ മുങ്ങിപ്പോകുമൊന്നുമില്ല, നമ്മൾ പൊന്തി വരും. കാരണം നമ്മുടെ പുറത്ത് ഓക്സിജൻ സിലിണ്ടറും നമ്മുടെ വെറ്റ് സ്യൂട്ടും എല്ലാം ആകുമ്പോൾ നമ്മൾ പൊങ്ങി വരാൻ സാധ്യത കൂടുതലാണ്. പിന്നീട് നമ്മളിത് നീന്തി ചെല്ലുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഡൈവ് ചെയ്യുന്നവരുടെ അടുത്തേക്കാണ്. അവരെനിക്ക് മുമ്പ് ചാടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടത്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു വലിയ ഒരു ഫ്ലോട്ട് കെട്ടിയിട്ടിട്ട് അതിൽ കയറിൽ പിടിച്ച് നിൽക്കുന്ന ആളുകളായിരിക്കും നമ്മൾ കാണുക. കണ്ടില്ലേ? കഴിഞ്ഞ വീഡിയോകളിലെല്ലാം തന്നെ പലരും ചോദിച്ചിരുന്നു, എന്തിനാണ് ഈ കയറിട്ടിരിക്കുന്നത്, കയറിൻ്റെ എൻ്റെ എവിടെയാണ്, എന്താവശ്യമാണ് കയറെന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ ഡൈവേഴ്സിൻ്റെ ഒരു ഹൈവേ ആണ് ഈ കയറെന്ന് വേണമെങ്കിൽ പറയാം. കടലിലേക്ക് ചാടിക്കഴിഞ്ഞാൽ തിരമാലകളും കറണ്ടൊക്കെ കാരണം പല ദിശകളിലേക്കും നമ്മൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യത്തിൽ ഈ കയറിൽ പിടിച്ചാണ് നമ്മൾ ആ നിശ്ചിത സ്ഥലത്തേക്ക് എത്തുക. മിക്കവാറും റക്കുകളെല്ലാം തന്നെ 15 മുതൽ 30-40 മീറ്റർ താഴ്ചയിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തേക്കൊക്കെ കൃത്യമായിട്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഈ കയറാണ്. അതായത് ആ റക്കിൽ നിന്ന് കെട്ടിയിട്ടുള്ള കയറാണ് മുകളിൽ അതിൻ്റെ എൻഡിൽ ഫ്ലോട്ട് കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പിടിച്ചിറങ്ങിയാൽ കൃത്യമായി നമുക്ക് അതിനടുത്തേക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ തിരികെ വരുന്ന സമയത്ത് സേഫ്റ്റി സ്റ്റോപ്പ് എന്നുള്ള ഒരു പ്രൊസീജിയറുണ്ട്.